ഹായ് ഹലോ, നമ്മൾ ഇന്നലെ വരുമ്പോൾ കോഴിക്കോട്ട് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കല്ലുമേക്കായാണ് കേട്ടോ. ഇത് നിറച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്, അതും കോഴിക്കോട് സ്റ്റൈലിൽ തന്നെ കേട്ടോ. അപ്പോൾ ഈ കല്ലുമേക്കായ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാമെന്ന് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് കേട്ടോ കല്ലുമേക്കായ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ജാർ എടുത്തു, അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ ഗരം മസാല പൊടിയും പിന്നെ നമ്മുടെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്ത് വന്ന നേരത്ത് നമ്മൾ പിന്നെ തേങ്ങാ ചിരകിയതും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതിലേക്ക് നമ്മൾ പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനിടയിൽ ഉപ്പിടാനായിട്ട് മറക്കരുത്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ എടുത്തപ്പോൾ കട്ടായി പോയി. പിന്നെ ഈ ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5-6 കല്ലുമക്കായ മാറ്റി വെച്ച് അതിൻ്റെ അകത്തെ ദശ മാത്രം എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ രുചി കിട്ടുക കേട്ടോ. അതായത് സാധാരണ നമ്മുടെ ഈ കല്ലുമക്കായുടെ ഉള്ളിലത്തെ ആ ഒരു സൈഡ് മാത്രമല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തും കൂടെ ഇടുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ കല്ലുമക്കായ നിറയ്ക്കുകയാണ്. ഒരുപാട് കുത്തി അങ്ങോട്ട് നിറയ്ക്കേണ്ട, ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് നിറച്ചാൽ മതി കേട്ടോ. കല്ലുമക്കായുടെ വലുപ്പം അനുസരിച്ച് ഇതുപോലെ പതിയെ പതിയെ ഒന്ന് നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കല്ലുമക്കായ നിറച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ കല്ലുമക്കായ ഇവിടെ ഫുള്ളായിട്ട് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിയിലേക്ക് വെക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇളകി പോരൂട്ടോ, തോടങ്ങൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ അതിനായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി പിന്നെ ഒരു പകുതി നാരങ്ങ, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒരു കുടം പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്കൊക്കെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ആ മിശ്രിതത്തിലേക്ക് നമ്മുടെ ഈ ഒരു കല്ലുമക്കായ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിരും നമ്മുടെ കല്ലുമക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ കല്ലുമക്കായ ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.